സിറിയയിൽ ആഭ്യന്തര യുദ്ധം ശക്തമാകുന്നു. രാജ്യത്തിന്റെ പ്രസിഡന്റ് ബഷർ അൽ അസദും അദ്ദേഹത്തെ എതിർക്കുന്ന സംഘടനകളും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഹയാത്ത് തഹ്രീർ അൽ ഹാമിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധക്കാർ സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലപ്പോയാണ് പിടിച്ചെടുത്തത്. സൈന്യവും പ്രതിഷേധക്കാരും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ജനങ്ങൾ പുറത്തിറങ്ങാനാവാതെ വീട്ടിനുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഈ ആഭ്യന്തര യുദ്ധം നീണ്ടു നിൽക്കുന്ന ആശങ്കയുമുണ്ട്. 2011 തുടങ്ങിയ ആഭ്യന്തര യുദ്ധം 5 വർഷമാണ് നീണ്ടുനിന്നത്. പ്രശ്നപരിഹാരത്തിനായി സൗദി അറേബ്യ ഇടപെടുമെന്നാണ് വിവരം. ഇടപെട്ടാൽ സൗദി ആർക്കൊപ്പം നിൽക്കും? പ്രസിഡന്റിനൊപ്പമോ വിമതർക്കൊപ്പമോ? നിലവിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ സൗദി അറേബ്യ പിന്തുണയ്ക്കില്ലെന്നാണ് സൂചന. പകരം പ്രതിഷേധ കൂട്ടായ്മയെ പിന്തുണച്ചേക്കുമെന്നാണ് കരുതുന്നത്. കാരണം സൗദി അറേബ്യ ഒരു സുന്നി മുസ്ലിം രാജ്യമാണ്. സുന്നി മുസ്ലിങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ഷിയ വിഭാഗത്തിന്റെ ഭാഗമായ അലവൈറ്റ് വിഭാഗത്തിന്റെ ബാഷർ അൽ അസദാണ് സിറിയയിൽ അധികാരത്തിലുള്ളത്. മാത്രമല്ല ആഭ്യന്തര യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന ഹയാത്ത് തഹ്രീർ അൽ ഹാം അൽ ഖ്വയ്ദയുടെ ഭാഗമായിരുന്നു. ഒസാമ ബിൻ ലാദൻ രൂപീകരിച്ച ഭീകര സംഘടനയാണ് അൽ ഖ്വയ്ദ. ബിൻ ലാദനും സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരു സുന്നി മുസ്ലിമായിരുന്നു. നേരത്തെയും പ്രസിഡന്റ് ബാഷർ അൽ അസദിനെതിരെ പോരാടുന്നവരെ സൗദി അറേബ്യ സഹായിച്ചിരുന്നു. അതിനാൽ ബാഷർ അൽ അസദിനെ പിന്തുണയ്ക്കാൻ സൗദി അറേബ്യ തയ്യാറാകില്ലെന്നാണ് സൂചന. ഇറാനും റഷ്യയും സിറിയൻ പ്രസിഡന്റ് മുഹമ്മദ് അൽ അസദുമായി ചങ്ങാത്തത്തിലാണ്. ഇറാന്റെയും റഷ്യയുടെയും സഹായത്തോടെ 2016 പ്രസിഡന്റ് ബാഷർ അൽ അസദ് നഗരം പിടിച്ചെടുത്തിരുന്നു. എന്നാൽ വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഇത്തവണ റവല്യൂഷണറി ആർമി പ്രസിഡന്റ് ബാഷർ അൽ അസദിനെതിരെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. മുഹമ്മദ് അൽ അസദ് ഇറാന്റെയും റഷ്യയുടെയും സഹായം തേടാനും സാധ്യതയുണ്ട്. സൗദി അറേബ്യ, ഇറാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇതുവരെ സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല. ആഭ്യന്തര യുദ്ധത്തിന് പേരുകേട്ട രാജ്യങ്ങളിൽ ഒന്നാണ് സിറിയ. തൊഴിൽ പ്രശ്നം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ മുൻനിർത്തിയാണ് പ്രസിഡന്റ് ബാഷർ അൽ അസദിനെതിരെ പ്രതിഷേധിക്കുന്നത്. റഷ്യൻ വ്യോമാക്രമണത്തിൽ നിരവധി പ്രതിഷേധക്കാരും സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ പ്രതിഷേധക്കാർ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ടു. കൂടാതെ 2012 പ്രതിഷേധം നടത്തിയവരുടെ നിയന്ത്രണത്തിലായിരുന്ന ഈസ്റ്റ് അലപ്പോ നഗരം 2021 റഷ്യൻ വ്യോമസേന പിടിച്ചെടുത്ത് പ്രസിഡന്റ് ബാഷർ അൽ അസാദിന് കൈമാറി. അന്നു മുതൽ സർക്കാരിനെതിരെ ഇടയ്ക്കിടെ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. അതിനിടെയാണ് പ്രതിഷേധം ശക്തമാവുകയും ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഹയാത്ത് തഹ്രീർ അൽ ഹാം അലപ്പോയിൽ പ്രവേശിച്ച് പ്രസിഡന്റ് ബാഷർ അൽ അസാദിനെതിരെ പോരാടുകയാണ്. ഭീകര സംഘടനയായിരുന്ന ഹയാത്ത് തഹ്രീർ അൽ ഹം അൽ ഖ്വയ്ദയ്ക്കൊപ്പം പ്രവർത്തിച്ചു വരികയായിരുന്നു. തുടർന്ന് അൽ ഖ്വയ്ദയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. എന്നാൽ അൽ ഖ്വയ്ദ എന്ന സംഘടനയുടെ മറ്റൊരു രൂപമായി ഹയാത്ത് തഹ്രീർ അൽ ഹം മാറി എന്നതാണ് വലിയ ട്വിസ്റ്റ്. ഈ സംഘടനയുടെ തലവൻ അബു മുഹമ്മദ് അൽ ഗലാനിയാണ്. യുഎസും യുഎന്നും സംഘടനയെ ഭീകരവിരുദ്ധ ഗ്രൂപ്പായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അലപ്പോ നഗരം വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രധാന വാണിജ്യ നഗരമായിരുന്നു. വടക്കൻ ഭാഗത്ത് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്ന് 350 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നതും. സിറിയയിലെ പ്രധാന നഗരമായ അലപ്പോ ആഭ്യന്തര യുദ്ധത്തിൽ കനത്ത നാശനഷ്ടങ്ങളാണ് നേരിട്ടത്. പലരും കൊല്ലപ്പെട്ടു. ജീവൻ നഷ്ടമാകുമെന്ന് ഭയന്ന് ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. പലരും അഭയാർത്ഥികളായി വിദേശത്ത് അഭയം പ്രാപിച്ചു. 2016 റഷ്യയുടെ സഹായത്തോടെ സർക്കാർ നഗരം പിടിച്ചെടുത്തതോടെയാണ് സമാധാനം വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്.